ഗസയിൽ സമാധാനം വരുമോ? ഒന്നാം ഘട്ട വെടിനിർത്തലിൽ പോലും ഇസ്രായേൽ ഏകപക്ഷീയമായി ആക്രമണം നടത്തി. ഒന്നാം ഘട്ട വെടിനിർത്തൽ സമയപരിധി അവസാനിപ്പിച്ചതിന് പിന്നാലെ അതിശക്തമായ മനുഷ്യക്കുരുതിയാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത്. അതിനിടെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങളും മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തുന്നുണ്ട്. വെടിനിർത്തൽ ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഉപാധിയാണ് വിവാദമാകുന്നത്. ഗസയിലെ എല്ലാ സായുധ ഗ്രൂപ്പുകളും ഇസ്രായേലിന് കീഴടങ്ങണമെന്ന ആവശ്യമാണ് ഇസ്രായേൽ ഉയർത്തുന്നത്. എന്നാൽ ഈ ഉപാധി ഹമാസ് തള്ളിയിട്ടുണ്ട്. വെടിനിർത്തൽ ശ്രമങ്ങൾ അട്ടിമറിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നതായി ഹമാസ് ആരോപിച്ചു. ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളോടും തുറന്ന സമീപനമാണ് ഹമാസിനുള്ളതെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ സമി അബു സുഖ്രി അൽ ജസീറയോട് പറഞ്ഞു. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം പലസ്തീൻ ജനത കീഴടങ്ങണമെന്ന് ആവശ്യപ്പെടുന്നതാണെന്നും ഹമാസ് ഉദ്യോഗസ്ഥൻ ആരോപിച്ചു. വെടിനിർത്തൽ കരാർ അട്ടിമറിക്കാൻ അസാധ്യമായ വ്യവസ്ഥകൾ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുകയാണെന്നും അബു സഹ്രി വിമർശിച്ചു. ഏറ്റവും പുതിയ നിർദ്ദേശത്തിൽ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുകയല്ല ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്ന് വ്യക്തമാണ്. പകരം ഹമാസിൻ്റെ തടവറയിലുള്ള ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുക മാത്രമാണ് ഇസ്രായേലിൻ്റെ ഉദ്ദേശമെന്നും ഹമാസ് ഉദ്യോഗസ്ഥൻ ആരോപിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഗസ മുനമ്പിൽ നിന്ന് പിന്മാറുന്നതിനും പകരമായി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഒരേ സമയം മോചിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കീഴടങ്ങൽ ഹമാസിൻ്റെ ഓപ്ഷനല്ല. ഞങ്ങളുടെ ജനങ്ങളുടെ ഹിതം ലംഘിക്കുന്നതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. ഹമാസ് കീഴടങ്ങില്ല. പകരം അധിനിവേശത്തെ സർവ്വ കരുത്തും ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേലിൻ്റെ വെടിനിർത്തൽ നിർദ്ദേശത്തിൻ്റെ കരട് പ്രകാരം 45 ദിവസത്തെ വെടിനിർത്തലാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ എല്ലാ ഇസ്രായേൽ തടവുകാരെയും ഘട്ടം ഘട്ടമായുള്ള കരാറിൻ്റെ ഭാഗമായി മോചിപ്പിക്കും. അതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്നും മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നു. 12 പോയിന്റുകൾ ഉൾക്കൊള്ളുന്നതാണ് നിർദ്ദേശം. യുദ്ധക്കെടുതി നേരിടുന്ന പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിനും ഭക്ഷണവും സഹായവും എത്തിക്കുന്നതിനും പകരമായി ഇസ്രായേൽ തടവുകാരിൽ പകുതി പേരെയും ആദ്യ ആഴ്ചയിൽ മോചിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 6 ആഴ്ചയിലേറെയായി ഇസ്രായേൽ ഭക്ഷണം, മരുന്ന്, ഇന്ധനം, പാചകവാതകം എന്നിവയുൾപ്പെടെയുള്ളവ ഗസയിൽ പ്രവേശിപ്പിക്കുന്നില്ല. കഴിഞ്ഞയാഴ്ച പലസ്തീൻ്റെ സർക്കാരിതര സംഘടനയുടെ ശൃംഖല ഗസയിലെ സ്ഥിതി ഗുരുതരമാണെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. പട്ടിണിയുടെ പിടിയിലാണ് ഗസ. ഭക്ഷ്യസംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ബോംബാക്രമണം തുടരുന്നത് വെല്ലുവിളിയാണ്. ജലശുദ്ധീകരണ പ്ലാന്റുകൾ, കമ്മ്യൂണിറ്റി അടുക്കളകൾ അടച്ചുപൂട്ടൽ എന്നിവ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കി. ഒരു തരി ഗോതമ്പ് പോലും ഗസയിൽ പ്രവേശിപ്പിക്കില്ലെന്ന് ഇസ്രായേലിൻ്റെ തീവ്ര വലതുപക്ഷ ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ച് പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെയാണ് NGOയുടെ മുന്നറിയിപ്പ് വന്നത്. യുദ്ധം ആരംഭിച്ചതു മുതൽ ഐക്യരാഷ്ട്രസഭയിലെ വിദഗ്ധരും പ്രമുഖ മനുഷ്യാവകാശ ഗ്രൂപ്പുകളും പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്ന് ആരോപിക്കുന്നു. നവംബറിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ നിരവധി യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ചുമത്തി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ICC അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക കമ്മിറ്റി റിപ്പോർട്ട് ഇസ്രായേൽ പട്ടിണിയെ യുദ്ധായുധമായി ഉപയോഗിക്കുന്നതായും ഗസയിൽ വംശഹത്യയ്ക്ക് സാധ്യതയുള്ള നയങ്ങളും രീതികളും നടപ്പിലാക്കുന്നതായും ആരോപിച്ചിരുന്നു.